ഇവിടെ ക്യാമറ നല്ലോണം ഓടിയാലേ എനിക്ക് നാഷണൽ ടീമിനെ ക്യാപ്റ്റൻ ആവാൻ പറ്റും. പക്ഷെ നിനക്കെന്നെ താല്പര്യം പറ്റില്ല. മുടി വെട്ടാൻ വരുന്ന എല്ലാവർക്കും ഞാൻ ഫ്രീ ആയി മുടി വെട്ടി കൊടുക്കും. പക്ഷെ ജോലിക്ക് കാരണം വരാൻ പറ്റില്ല. അയ്യോ കഷ്ടായി. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. മുത്തശ്ശിക്ക് പോലും അസുഖമില്ല. പുള്ളിക്കാരി ഇപ്പൊ ആക്റ്റീവായിട്ട് ഓടിച്ചാടി ഉഷാറായിട്ട് നടക്കില്ലേ? മുത്തശ്ശി മാത്രല്ല ഞാൻ വായിച്ചു. ആരും പറയില്ല സത്യം. ആ കത്തിന് പോലായിട്ട് മുത്തശ്ശി മോൾക്കൊരു സമ്മാനം തരാൻ പറഞ്ഞിട്ടുണ്ട്.
എന്റെ കഥ കേട്ട് കഴിയുമ്പോൾ നമുക്ക് അടുക്കള പോയി നല്ല രുചിയുള്ള മാതൃക പലഹാരം ഉണ്ടാക്കാം. നടക്ക് കുന്നിൻകുള്ള മുത്തശ്ശിക്ക് സുന്ദരിയായ ഒരു മോളുണ്ടായിരുന്നു. അതെ, ആ മോള് കല്യാണം കഴിഞ്ഞ് 1000 നാളുകൾക്ക് അപ്പുറത്താ ഇപ്പൊ താമസിക്കണേ. മുത്തശ്ശിക്ക് ഇപ്പൊ ചെറിയൊരു വിഷമുണ്ട്. മുത്തശ്ശിനെ ആരും കാണുന്നില്ല. അതുകൊണ്ട് മുത്തശ്ശി കുന്നിറങ്ങി വന്ന് കുന്നിഞ്ചെരുവിലെ കുട്ടികളുടെ കൂടെ പാട്ട് പാടി കഥ പറഞ്ഞ് കളിക്കാൻ തുടങ്ങി. മുത്തശ്ശി മുത്തശ്ശി ഓടിച്ചാടി വരുന്നൊരു മുത്തശ്ശി 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 ഓടിച്ചാടി വരുന്നൊരു മുത്തശ്ശി കുന്നിറങ്ങി വരുന്നൊരു മുത്തശ്ശി റമ്പം കാട് കയറി വരുന്നൊരു മുത്തശ്ശി റമ്പം കുന്നിറങ്ങി വരുന്നൊരു മുത്തശ്ശി റമ്പം കാട് കയറി വരുന്നൊരു മുത്തശ്ശി റമ്പം.
അതുപോലെ ഏറ്റവും വന്നിട്ട് കരയാൻ പറ്റുമോ? എന്നാലേ അഭികന്നെ നിന്റെ പേനയൊക്കെ ഉള്ളതുണ്ടോ? ഞാൻ തരാം. ഈ മുമ്പ് കുഴപ്പമില്ല, ഞാൻ കത്ത് കൊടുക്കണേ. വഴിയുണ്ടാക്കാം. സടക്കോ തുള്ളിച്ചാടി സടക്കോ എന്നാ നീ നിൽക്കണ്ട, ഓടിക്കോ. ഹോസ്പിറ്റലിലോട്ട് പോവാം. എന്നാ പറ്റി എന്റെ മോളെ? ഇവിടെ കുട്ടികളെങ്ങനെ കൂട്ടവർ നിൽക്കാൻ ഞാൻ അറിയില്ലേ? ദയവ് ചെയ്ത് കുട്ടികളൊന്ന് പിരിഞ്ഞു പോകണം. ഞങ്ങൾ എനിക്ക് ഇതേപോലെ കുറേ പൂക്കളുണ്ട്. നമുക്ക് 100 വയസ്സാ. തുറന്ന സ്ഥലത്ത് നിന്ന് കളിക്കരുതെന്ന്. രക്തപരിശോധന റിസൾട്ട് വൈകുന്നേരം വരും. പോവാം. അല്ല നാളെ തന്നെ പനി മാറി അങ്ങനെ കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കട്ടെ. എനിക്ക് അടുത്താഴ്ച പരിശീലിക്കണം.
എല്ലാവരും കാര്യം അന്വേഷിക്കും. എന്നിട്ട് അവർക്ക് കിട്ടുന്ന ചോക്ലേറ്റും ഇവർക്ക് കിട്ടുന്ന ചോക്ലേറ്റും പഴവും ഒക്കെ എല്ലാവരും ഷെയർ ചെയ്യും. അതങ്ങനെയാ കൂട്ടുകാരെ. നാളെ തൊട്ട് വരുമ്പോഴേ നമുക്ക് നമ്മുടെ സടാക്കോടെ പുതിയ കൂട്ടുകാർക്കുള്ള സമ്മാനം കൂടി ശരി. നമ്മുടെ സടാക്കോടെ ബോംബ് രോഗമാണോ? ബോംബ് രോഗമൊന്നല്ല, അത് നോക്കാനാണ് കൊണ്ട് കൊണ്ടുവന്നേക്കണേ. കുറച്ച് ഇമ്മമാരും പേടിക്കാൻ പറ്റില്ല. സാറൊക്കെ ഒപ്പം രസട്ടെ. ഈ സമസ്യയില്ലേ എന്റെ ബുദ്ധി കൂട്ടാൻ സടാക്കിന്റെ കൂട്ടുകാരി സമ്മാനം ഇട്ടാന്ന് പറയണേ. പറയാം ഇനി പോയി രസട്ടെ. ഇപ്പോഴും നെഞ്ചെരുവിലെ സടാക്കോ ആസ്പത്രിയിൽ വന്നപ്പോ വിഷമായി. ഞങ്ങളുടെ സടാക്കോന് നമ്മുടെ സടാക്കോ ഒരു കുഴപ്പമില്ല. ഇതിപ്പോ അല്ല ഇയാള് പോകാൻ വേണ്ടി വർഷം കുറേ പഠിച്ചിട്ടുണ്ടല്ലേ. ഈ ബോംബ് രോഗം മാറ്റാൻ മുത്തശ്ശിയുടെ കയ്യിൽ ഒരു സൂത്രമുണ്ട്. കടലാസ് കൊണ്ട് 1000 കൊക്കുകൾ ഉണ്ടാകും. 1000 കൊക്കുകൾ ഉണ്ടാക്കിയ എന്തായാലും സാധിക്കും. പിന്നെ തീർച്ചയായും 1000 കൊക്കുകൾ ഉണ്ടാക്കിയ സടാക്ക് ഏത് മത്സരത്തിനും ജയിക്കാൻ പറ്റും. പറ്റില്ല. ആർക്കാണ് ആശുള്ള അവര് തന്നെ കൊക്ക് ഉണ്ടാക്കണം. നിങ്ങൾ സടാക്ക് കടലാസ് മാത്രം സഹായിച്ചാൽ മതി. ഞാൻ തരാം. ആണോ? പിന്നെ സടാക്കോ അതിനകത്ത് കത്തെഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും കാണാൻ പറ്റുണ്ടോ? ആ ഇതിലെഴുതിയിരിക്കണതേ സടാക്കോയ്ക്ക് മാത്രം വായിക്കാൻ പറ്റൂ. വിഷമിക്കേണ്ട, 1000 കുക്കുകൾ ഉണ്ടാക്കുക. നിന്റെ അസുഖം എല്ലാം മാറും. മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടിച്ചാടുന്ന സടാക്കോയെ പ്രതീക്ഷിച്ച് മുത്തശ്ശി കാത്തിരിക്കുന്നുണ്ടാവും. കൊക്കുകളുടെ എണ്ണ ഇങ്ങനെ കൂടി വരുന്നോറും രോഗം ഇങ്ങനെ കുറഞ്ഞു വരും. 1000
ശശി സടാക്കോയ്ക്ക് കൊക്കുകൾ ഉണ്ടാക്കാൻ കടലാസ് തന്നു. ഒരു കൊക്കിന് 1 വയസ്സ്. ഒരു കൊക്കിനൊരു വയസ്സ്. 1000 കൊക്കുകൾക്കായിരം ജന്മനാൾ. 1000 കൊക്കുകൾക്കായിരം ജന്മനാൾ. എനിക്കായിരം നിനക്കായിരം നമ്മൾക്കായിരം ജന്മനാൾ. എനിക്കായിരം നിനക്കായിരം നമ്മൾക്കായിരം ജന്മനാൾ. 1000 കൊക്കുകൾക്കായിരം 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 ജന്മനാൾ. കൊക്കുണ്ടാക്കുമല്ലോ. അതെ, രക്തപരിശോധനയുടെ റിസൾട്ട് കുറച്ച് ദിവസം കൂടെ പിടിക്കും. അല്ല, കുറച്ച് ദിവസം കൂടെ അല്ലേ അസുഖം മാറാനല്ലേ. ശരി, എന്നാ ഞാൻ പോയിട്ട് ഇഞ്ചക്ഷന്റെ സമയം. ഇഞ്ചക്ഷൻ വേദനയുള്ള ഇഞ്ചക്ഷൻ അല്ല. കൊക്കുണ്ടാക്കി കഴിയുമ്പോ വേദനയുള്ളതല്ല മധുരം ഉണ്ടാക്കും. അല്ലെന്നേ സത്യായിട്ടും. അപ്പൊ ഞാൻ പോയിട്ട് ഇഞ്ചക്ഷൻ സമയം. ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നല്ലോ. ഈ പലഹാരം മുഴുവനാണ്, ഈ കടലാസ് മുഴുവൻ സടാക്കും. അതെ, എനിക്ക് 1000 കൊക്ക് ഉണ്ടാക്കണം. ഈ 1000 കൊക്ക് ഉണ്ടാക്കുന്നതിനിടയിൽ വിശ്രമിക്കാൻ മറക്കരുത്. അവിടെ അവിടെ ഉണ്ടാക്കാറ്. എല്ലാവർക്കും നോമ്പ് രോഗമാണ്. സങ്കടകരമായ കാര്യമെന്ന് വെച്ചാൽ കൂടുതലും കുട്ടികളാണ് നോമ്പ് രോഗത്തിന് ഇരയാകുന്നത്. ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ നോമ്പ് രോഗം വരുമെന്നാണ് പറയുന്നത്. മനുഷ്യന്മാർക്കിടയിൽ അനുഭവം എടുത്തവർ എത്ര ക്രൂരന്മാരാണ്. ഓടല്ലേ
അരിമഴ പെയ്യില്ല അരുമക്കിടാങ്ങൾ മരിക്കില്ല അയലത്തു മകളെയും സ്നേഹത്തിനലയൊലി അയലത്തു മകളെയും സ്നേഹത്തിനലയൊലി അയലത്തു മകളെയും സ്നേഹത്തിനലയൊലി അനുഭവ വീടില്ല തീവ്ര വെയിലില്ല കുട്ടികൾ ചാവില്ല നമ്മളെ അനുഭവ വീടില്ല ഞാനെന്താ പെട്ടെന്ന് ചിന്തിച്ചു സദാക്കോ നീ കുട്ടികളുടെ കാര്യത്തിൽ നിയമം തെറ്റിച്ചു ഇങ്ങനെ കരയാൻ പാടില്ല തിരിക്കാൻ മാത്രം പാടുള്ളൂ സോറി സോറി ഞാനത് കണ്ടു അപ്പൊ എന്റെ കൂട്ടുകാരെല്ലാരും കൂടെ ചിരിച്ചേ ചെടാക്കോ എല്ലാവർക്കും മാറിന്നേ നമുക്കിത് കാറ്റ് കിട്ടട്ടെ അതിന് വിശ്രമം കഴിഞ്ഞിട്ട് ഉണ്ടാക്കാലോ സദാക്കോ 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 ദൂതൻ ദേ ദൂതൻ വരുന്നുണ്ട് ദൂതൻ സദാക്കോ വേഗം വാ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാൻ സമയമായി മുത്തശ്ശി മോൾക്ക് വേണ്ടി കാത്തിരിക്കുക പക്ഷേ ആയിരം മുപ്പതായി ഉണ്ടാക്കി ആയിരം മുപ്പതായി കഴിഞ്ഞില്ല 24 മുപ്പതായിട്ടുള്ളൂ കുഴപ്പമില്ല ഇവിടെ തോന്നുന്നു മുത്തശ്ശിയുടെ നാട്ടിൽ 2 ആണ് അപ്പോൾ അവിടെ 1000-ലധികം മുക്കളെ കഴിഞ്ഞു വരൂ സദാക്കോ നമുക്ക് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവാം മുത്തശ്ശി മോൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു കൊക്കിനൊരു വയസ്സ് ഒരു കൊക്കിനൊരു വയസ്സ് 1000 കൊക്കുകൾക്കായിരം ജന്മനാൾ 1000 കൊക്കുകൾക്കായിരം ജന്മനാൾ എനിക്കായിരം നിനക്കായിരം ഞങ്ങൾക്കായിരം ജന്മനാൾ എനിക്കായിരം നിങ്ങൾക്കായിരം നമ്മൾക്കായിരം ജന്മനാൾ 1000 കൊക്കുകൾക്കായിരം ജന്മനാൾ 1000 കൊക്കുകൾക്കായി